ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റസ്ഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടറ്റോ ഗാർലിക് ഗ്രീൻസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമുക്കിത് മയോണൈസിൻ്റെ കൂടെ, ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ, ചട്നിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇനി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിതിലേക്ക് ഫസ്റ്റ് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ഒന്ന് അങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ 5 വിസിലിൽ അങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് അങ്ങ് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ക്രഷ് ചെയ്തെടുക്കുന്ന ഒരു ഇതിൽ വെച്ചിട്ട് അങ്ങ് ഉരതി എടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ ചെറിയ പീസുകൾ പോലും പാടില്ല. അപ്പോൾ അത്രയും നന്നായിട്ട് ഉടഞ്ഞെടുക്കണം. അതാണ് ഞാൻ അതിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് റവയാണ്. നമുക്കിത് ഒരു 1/2 കപ്പാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് മിക്സിയിലോട്ട് അങ്ങ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ട് വരണം. നമ്മൾ നോർമലായിട്ട് ഉപ്പുമാക്ക ഉണ്ടാക്കിയെടുക്കുന്ന ആ റവനെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ അത് നല്ല പോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ അങ്ങ് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് സ്റ്റൗവിൽ ഒരു പാന് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നെയ്യ് ഒന്നങ്ങ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു ടീസ്പൂണ് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ, അധികം ബ്രൗൺ ആവണ്ട, ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം വെളുത്തുള്ളി നന്നായിട്ട് അങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം വെള്ളം നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റവ. അപ്പോൾ റവ ഒരു 1/2 കപ്പും അതുപോലെ തന്നെ വെള്ളം ഞാൻ 1/2 കപ്പ് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് വേവായി വരുന്നവരെ നല്ലപോലെ ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. റവ ഏകദേശം ഒരു വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉരുളക്കിഴങ്ങ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിലും തന്നെ കുറച്ചൊരു വെള്ളം പോലെ ഉണ്ടാവും. അതിൽ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് ചൂടാകുമ്പോൾ അത് തന്നെ ഒന്നങ്ങ് വെള്ളമില്ലാതൊക്കെ ആയി വരും. അപ്പോൾ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പാനിലുള്ളത് മൊത്തമായിട്ട് അതിൽ തന്നെ ഒന്നായിട്ട് അങ്ങ് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം തണുത്ത് വന്നപ്പോൾ ഞാനൊരു ട്രേയിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിച്ചപ്പ് ഞാൻ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ടേസ്റ്റ് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമുക്കിതിന് ചില്ലി ഫ്ലക്സിന് പകരം ചില്ലി ഫ്ലക്സ് നമ്മൾ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് അങ്ങ് കുഴച്ചെടുക്കണം. പക്ഷേ നമുക്കൊരു ബൈൻഡിങ്, അതായത് നല്ലൊരു കുഴച്ചിട്ട് നമുക്കൊരു ചപ്പാത്തിൻ്റെ പരുവത്തിലൊന്നും ആയി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോൺഫ്ലവറിന് പകരം നമുക്ക് മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ആ ഒരു ചപ്പാത്തിയുടെ രൂപത്തിലൊക്കെ നല്ലപോലെ അങ്ങ് കുഴഞ്ഞ് കിട്ടും. ഇനി ഇതേപോലെ ആയി ചപ്പാത്തിനെ പോലെ ഒന്നും കുഴഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അങ്ങ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതങ്ങ് കുഴച്ചെടുക്കട്ടെ. ഇപ്പം നല്ലപോലെ അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ചപ്പാത്തിയുടെ ഒക്കെ രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് ഒരു ഉരുളങ്ങ് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഓയിൽ ഒന്ന് തൂവി കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒന്ന് പരത്തിയെടുക്കുന്ന ടൈമിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കുറച്ച് ഓയിൽ നന്നായിട്ട് ഒന്ന് തൂവി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന ഒരു കോലിലും നന്നായിട്ടൊന്നങ്ങ് ഓയിൽ തൂവി കൊടുക്കുക. എന്ന് വെച്ചാൽ അതിലും ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ
ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് കൈകൊണ്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പത്തിരിയുടെ കോലുകൊണ്ട് നന്നായിട്ടൊന്നും കൂടി അങ്ങ് പരത്തിയെടുക്കാം. അധികം തിന്നാവണ്ട, കുറച്ചൊരു കട്ടിയിൽ അങ്ങ് പരത്തിയെടുത്താൽ മതി. ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ബോട്ടിലിലെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചെറുതും ഒന്നൊരു വലുതും. അപ്പോൾ ഒന്നിന് വലിപ്പമുള്ളതും അതിന് ഉള്ളിലായിട്ട് വെക്കാൻ പറ്റുന്ന ചെറുത് അങ്ങനെ ആക്കി എടുത്തിട്ട് ഇതേപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മളടുത്ത് റിങ് കട്ട് ചെയ്യുന്ന റൗണ്ടിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന റിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൊണ്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അതേപോലെ റിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലുള്ള ക്യാപ്പ് യൂസ് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ചെറിയ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഒരു ബാക്കിയുള്ള പീസസുകളൊക്കെ ഇതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിയെടുക്കാം. നമുക്ക് ആ പീസ് ഉപയോഗിച്ചിട്ട് നെക്സ്റ്റ് ഇതിൽ അങ്ങ് കുഴച്ചെടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് ഇതേപോലെ പരത്തിയെടുത്ത് ചെയ്താൽ മതി. നമ്മുടെ ഓരോ റിങ്ങും കണ്ടില്ലേ ഇതേപോലെ അങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിങ്ങിൽ ഇത് ഈ ഒരു ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുഴക്കുന്നതിൽ കൂട്ടിയിട്ട് വേറെ റിങ്ങുകളാക്കി എടുത്താലും മതി. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കുക. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ റിങ്സുകൾ ഇതേപോലെ അങ്ങ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് അങ്ങ് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണയിൽ എത്ര ഇടാൻ പറ്റുമോ അത്രയ്ക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. എന്നാൽ അതിലങ്ങ് ഒട്ടി പിടിക്കുകയൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയും ചെയ്യാം. എന്താ വെച്ചാൽ നമ്മൾ ഇതേപോലെ റിങ് ആക്കിയിട്ട് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്ന് അങ്ങ് കോരിയെടുക്കുക. അതിനാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല, കേടാവില്ല. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമാവുന്ന ടൈമിൽ ഇതേപോലെ ഓയിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ളൊരു സ്നാക്സ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പം നല്ലപോലെ അങ്ങ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ റിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.